പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 17 കന്നിമാസം 1-ാം തീയതി വിശ്വകർമ്മ ദിനവുമാണ്. വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് നിയന്ത്രിത അവധിയാണ്. അവർക്കിന്ന് സർക്കാർ ഓഫീസുകളിൽ ജോലിക്ക് പോകേണ്ടതില്ല. മറ്റെല്ലാ സമുദായക്കാരും പോവുകയും ചെയ്യും. പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രാധാന്യം ഇന്നത്തെ ദിവസമുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോഡി 75-ാം വയസ്സിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 1950-ലാണ് അദ്ദേഹം ജനിച്ചത്. 2025-ൽ അദ്ദേഹത്തിന് 75 വയസ്സായി. 75 വയസ്സ് കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് ഒഴിയണം എന്ന ഒരു അലിഖിത നിയമം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം ഒഴിയുമോ ഇല്ലയോ എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പല ദുരന്തരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ചിന്തകന്മാരും BJP-യെക്കുറിച്ച് പഠനം നടത്തുന്നവരും ഗവേഷകരും ഒക്കെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേതായാലും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വിജയകരമായി 75 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുക. 75-ലെത്തിയ നരേന്ദ്രമോദി ഇനി എത്ര കാലം നമ്മുടെ രാജ്യത്തെ നയിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഞാനൊരു കണിയാനോ ജ്യോത്സ്യനൊന്നും അല്ലാത്തതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്താൻ തയ്യാറില്ല. അപ്പോൾ ഇത്രയധികം കാലമായിട്ട് ഇവിടെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹം എങ്ങനെ ആ സ്ഥാനത്തെത്തി, എങ്ങനെ അദ്ദേഹം അവിടെ തുടരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ചെറിയൊരു അവലോകനം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നടത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മോഡിയുടെ ആരാധകരും അദ്ദേഹത്തിൻ്റെ വിമർശകരും ഇത് കേട്ട് കഴിയുമ്പോൾ എന്നോട് കോപിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. എന്നാലിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി വളരെ പിന്നാക്കാവസ്ഥയിൽ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ചായവാല, അതായത് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹവും കുട്ടിക്കാലത്ത് ചായ വിറ്റിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ഏതാണ്ട് മെട്രിക്കുലേഷൻ വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമൊക്കെ അദ്ദേഹം വിദൂര വിദ്യാഭ്യാസത്തിൽ കൂടി പഠിച്ച് പാസ്സായി എന്നാണ് പറയുന്നത്. അദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് RSS പ്രവർത്തകനായിരുന്നു, പ്രചാരകനായിരുന്നു. വിവാഹിതനാണ്. പക്ഷേ തീരെ ചെറുപ്പത്തിൽ തന്നെ ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞ വ്യക്തിയാണ്. അവിവാഹിത ജീവിതം നയിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഡൽഹിയിൽ BJP-യുടെ ചുമതലക്കാരനായിരുന്നു. ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തെ ഏറെക്കുറെ പുറത്താക്കി എന്ന് പറയാവുന്ന അവസ്ഥയിൽ അന്ന് കേശുഭായ് പട്ടേലായിരുന്നു ഗുജറാത്തിൽ BJP-യുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ. കേശുഭായ് പട്ടേലിന് ശങ്കർ സിംഗ് വഗേലയും ഇഷ്ടമല്ലായിരുന്നു, നരേന്ദ്രമോദിയും ഇഷ്ടമല്ലായിരുന്നു. അവരെ രണ്ടുപേരും, ഒരാൾ പിന്നീട് BJP-യിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയി. നരേന്ദ്രമോദിയെ ഒരു ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഡൽഹിക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ ഡൽഹിയിൽ ഏറെക്കുറെ ഒരു പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2001-ാം ആണ്ടിൽ ഭുജിൽ വലിയ ഒരു ഭൂമികുലുക്കത്തെ തുടർന്ന് കച്ചിലും അതുപോലെ അഹമ്മദാബാദിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, ഒരുപാട് ആളുകൾ മരിച്ചു, നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയതിൽ ഗുജറാത്ത് സർക്കാരിന് വലിയ വീഴ്ച പറ്റി എന്ന് ആരോപിച്ചുകൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിനെ മാറ്റി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ഈ ക്രിക്കറ്റ് കളിയിൽ നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റുണ്ട്. അങ്ങനെ ഒരു തസ്തികയിലാണ് ഇദ്ദേഹത്തെ ഗുജറാത്തിലേക്ക് വിട്ടത്. അന്ന് അദ്ദേഹം MLA അല്ല, മുഖ്യമന്ത്രിയായിട്ടാണ് ഗുജറാത്ത് അസംബ്ലിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് അദ്ദേഹം മണിനഗർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് തൊട്ട് പുറകെയാണ് ഈ ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞ ഭയങ്കരമായ സംഭവം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സർക്കാർ ഈ കലാപം അടിച്ചമർത്തുന്നതിൽ വലിയ പരാജയം നേരിട്ടു വന്നു. ഒരുപാട് ആളുകൾ മരിച്ചു വന്നു. അത് വംശഹത്യയാണ് എന്നൊക്കെ വലിയ ആരോപണമുണ്ട്. ഗുജറാത്ത് സംസ്ഥാനത്തിനും രാജ്യത്തിന് തന്നെയും വലിയ അപകീർത്തി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ആദ്യഘട്ടത്തിൽ BJP നേതൃത്വം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാനായിട്ട് ആലോചിച്ചു. ഈ ലഹള ഉണ്ടാക്കിയ ആളുകൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നു. ലഹള നിയന്ത്രിക്കാൻ സർക്കാരിന് പറ്റാതെ പോയതിൻ്റെ ഒരു കാരണവും അത് തന്നെയായിരുന്നു. പാർട്ടിയുടെ തന്നെ പല നേതാക്കന്മാരും ഈ ലഹളയിൽ നേരിട്ട് പങ്കെടുത്തു, കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസ് വിചാരിച്ചാൽ ഇത് തടയാൻ പറ്റുമായിരുന്നില്ല. പിന്നെ പട്ടാളത്തെ വിളിച്ചിട്ടാണ് ലഹള അടിച്ചൊതുക്കിയത്. പക്ഷേ BJP ഹൈക്കമാൻഡ് രണ്ടാമതൊന്നുകൂടി ആലോചിച്ച് ഇദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് നരേന്ദ്രമോദി പിടിച്ചു കയറിയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഈ ലഹളയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. അതിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ലഹള ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, ഗോത്രയിൽ തീവണ്ടി കത്തിച്ച ആളുകളോടൊന്നും ഞങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന രീതിയിൽ വളരെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി അവിടെ ഹിന്ദു വികാരം പരമാവധി ആളിക്കത്തിച്ചു. ഇദ്ദേഹം ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. അതിന് തൊട്ട് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട്ട് BJP അധികാരത്തിൽ തിരിച്ചെത്തി. അങ്ങനെ മോഡിയുടെ ആദ്യത്തെ രാഷ്ട്രീയ വിജയം അതായിരുന്നു.
5 വർഷം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം സംസ്ഥാനത്ത് കുറേ വികസന പരിപാടികൾ നടപ്പാക്കി. നേരത്തെ തന്നെ വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അതൊന്നും കൂടി തേച്ച് മിനുക്കി ആ ഒരു വികാസ് പുരുഷ് എന്ന രീതിയിലുള്ള ഒരു ഇമേജും കൂടി പുള്ളി ഉണ്ടാക്കി. അങ്ങനെ ഒരേ സമയത്ത് ഹിന്ദു ഹൃദയ സമ്രാട്ട് വികാസ് പുരുഷുമായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം BJP വിജയത്തിലേക്ക് നയിച്ചു. അങ്ങനെ 3 തവണ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് ജയിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആരാധകരും ഭക്തന്മാരും ഉണ്ടായി. മോഡിക്ക് മാത്രമേ ഇന്ത്യയെ കരകയറ്റാൻ പറ്റുള്ളൂ എന്ന ഒരു ധാരണ, ഒരു വലിയ നറേറ്റീവ് രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. അപ്പോഴത്തേക്കും മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടായിരുന്നു. അഴിമതി ആരോപണങ്ങൾ വളരെ ശക്തമായിരുന്നു. അണ്ണാ ഹസാരയുടെ നിരാഹാര സത്യാഗ്രഹം 2, 3, 4 എഡിഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാരിൻ്റെ പ്രതിച്ഛായം മങ്ങി. മൻമോഹൻ സിംഗ് തീരെ അപ്രാപ്തനാണ്, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ തീരെ അപക്വ യുവാവാണ് എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ഉണ്ടായി. വ്യവസായികൾ ഒന്നടങ്കം മോഡിയെ പിന്തുണച്ചു. അങ്ങനെ നരേന്ദ്രമോദി ആയിരിക്കും BJP നയിക്കുക എന്ന് പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ ഈ UPA വീഴ്ചകളിൽ നിന്നാണ് പ്രധാന ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മോഡിയുടെ നേതൃത്വത്തിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചു. പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത്. പുള്ളി നല്ല രാഷ്ട്രീയ നേതാവ് എന്ന പോലെ തന്നെ വികസന നായകൻ എന്ന പോലെ നല്ലൊരു നടനുമാണ്, ഗംഭീര പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവർ ഇദ്ദേഹം പറയുന്നതാണ് ശരി, ഇദ്ദേഹം പറയാതൊന്നും ശരിയല്ല, ഇദ്ദേഹം പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നൊരു തോന്നലിന് അടിപ്പെടും എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിയെടുത്തത്. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം അഴിമതിക്കാരനല്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ രാജ്യത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ അഴിമതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, എതിരാളികളെ അടിച്ചമർത്താൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ പുള്ളി അങ്ങോട്ട് കയറി തിരിച്ചടിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഭരണാധികാരികൾക്കൊന്നും അത് പറ്റിയിരുന്നില്ല. വാജ്പേയിക്കും പറ്റിയിരുന്നില്ല, മൻമോഹൻ സിംഗിനും പറ്റിയിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് ശേഷം തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ടാണ് 2019 BJP ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നത്. അത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ബാലാക്കോട്ട് പ്രത്യാക്രമണം ഒക്കെ കഴിഞ്ഞ് BJP കൂടിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരുന്നു. അപ്പോൾ 10 കൊല്ലം ഭരിച്ചൊരു സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി കൂട്ടിക്കെട്ടിയ ഒരു സഖ്യം, കണ്ടം പച്ച കോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് നേരിടുമ്പോൾ, പക്ഷേ അതിനെപ്പോലും ഒരു വലിയ പരിധിവരെ അതിജീവിക്കാൻ പുള്ളിക്ക് പറ്റി. 10 കൊല്ലത്തെ ആൻറ്റി ഇൻകംബൻസ് ഉണ്ടായിട്ടും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് ഈ സർക്കാർ തട്ടിമുട്ടിയായിരിക്കും പോകുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തെലുങ്ക് ദേശത്തിന്, അതുപോലെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ കണ്ടമാനം ആശ്രയിക്കേണ്ടി വരും എന്നാണ്. അവർ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും, ആഭ്യന്തര വകുപ്പ് ചോദിക്കും, രാഷ്ട്രപതി സ്ഥാനം ചോദിക്കും എന്നൊക്കെ പലരും പ്രവചിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല. അവരൊക്കെ കിട്ടിയത് മേടിച്ച് അവരവരുടെ മാളത്തിലേക്ക് പോയി. നരേന്ദ്രമോദി ഇപ്പോഴും ഫ്രീ ഹാൻഡായിട്ട് ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വഖഫ് നിയമ ഭേദഗതിയൊക്കെ പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പുള്ളി ഭൂരിപക്ഷം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഒറ്റ വരച്ച വരയിൽ നിർത്തിയിട്ട് ഉപരാഷ്ട്രപതിയെ കൊണ്ട് രാജിക്കത്ത് എഴുതി മേടിക്കാൻ സാധിച്ചത്. അദ്ദേഹം ആഗ്രഹിച്ച ആളെ ഉപരാഷ്ട്രപതിയാക്കാൻ പറ്റിയത്. അപ്പോൾ നരേന്ദ്രമോദി 75 വയസ്സിലും വളരെ ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തിനോ അദ്ദേഹത്തിൻ്റെ താൻപോരിമൊക്കെ യാതൊരു ഊനവും ഈ നിമിഷം വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇതേ രീതിയിൽ എത്ര വർഷം, എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്നാണല്ലോ പറയാം. നരേന്ദ്രമോദി സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തി വേറൊരു ഭാഗവതരെ കൊണ്ടുവരും, അതോ ഹംസഗാനം വരെ പാടിയിട്ടേ പോവുകയുള്ളൂ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാർഗമുള്ളൂ. ഏതായാലും നരേന്ദ്രമോദിജിക്ക് 75ാം ജന്മദിനം ആശംസിക്കുന്നു. അദ്ദേഹം എത്ര കാലം രാജ്യത്തെ മുന്നോട്ട് നയിക്കും എന്ന് കാണാൻ വളരെ ഔത്സുക്യത്തോടുകൂടി കാത്തിരിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.